ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ സെക്കൻഡ് ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കും, അതുപോലെ അമ്മ അവിടെ റെഡി ആവണമൊക്കെ ഉണ്ട്. ഞാനും ഉമ്മയും പിന്നെ എൻ്റെ ചെറിയ അനിയത്തിയും അവളുടെ ഫാമിലിയും ഒക്കെ പാടായിട്ടാണ് പോകുന്നത്. അപ്പോൾ അനിയത്തിയും ഫാമിലിയും വന്നിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ റെഡി ആവാം കേട്ടോ. എൻ്റെ നേരെ താഴെയുള്ള അനിയത്തിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്, അവളുടെ കുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് ദൂരമുണ്ട്, പുതുക്കോട് എന്ന് പറയട്ടെ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 11:30 ആകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് റെഡി ആവുന്നുണ്ട്, അനിയത്തി വന്നിട്ടില്ല. അവളവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അപ്പോൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തു. ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവർ ഇവിടെ എത്താറായിട്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കട്ടെ. അപ്പോഴേക്കും അനിയത്തിയുടെ ഉമ്മയും ഹസ്ബൻഡും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് കയറി ഒന്ന് ഇരുന്ന് വെള്ളമൊന്നും കുടിക്കാൻ നേരം കിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും അവരൊന്ന് കയറി ഇരുന്നപ്പോഴേക്കും ഞങ്ങൾ വിളിച്ചിട്ടുള്ള ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കേക്കൊക്കെ 2 ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതുപോലെ കുട്ടികളുടെ ടോയ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വണ്ടിയിൽ ബാക്കിൽ കൊണ്ടുപോയി വെക്കുക കേട്ടോ. അപ്പോൾ അനിയത്തിയോട് വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളെയും ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി കയറ്റിയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട്. അപ്പോൾ കേക്ക് എന്തായാലും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ ഹസ്ബൻഡ് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലക്കിടി ഗേറ്റ് എത്തിയപ്പോഴേക്കും അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രെയിന് പോകേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ട്രെയിന് പോകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കുറേ നോക്കിയിട്ട് പക്ഷെ കാണാനും പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഗേറ്റ് തുറന്നപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയി. അനിയത്തിയുടെ വീട്ടിലോട്ട് പോകണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല പച്ചപ്പും അതുപോലെ തോടും വയലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഗേറ്റ് കടന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അത് ഞങ്ങളൊരു 3/4 മണിക്കൂർ മേലായിട്ടോ. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓരോരുത്തരായിട്ട് ഇറങ്ങാം കേട്ടോ. കുട്ടികളൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അവർ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോയി. അവർക്ക് പിന്നെ അറിയുന്നതുകൊണ്ട് അവരിങ്ങനെ പോയി. ഞങ്ങൾ ഇനി ഓരോ സാധനങ്ങളായിട്ട് എടുക്കണം കേട്ടോ. മുട്ടായും അതുപോലെ കേക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോന്ന് പിടിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. കുട്ടികളൊക്കെ പോയിട്ടോ, അവർ മുമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഞാനങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വെയിറ്റുള്ള സാധനമൊന്നും പിടിച്ചില്ല. ചെറിയൊരു സാധനത്തിൽ പിടിച്ചത്. കയ്യിൽ നിന്ന് ഫോണെങ്ങാനും വീണാണെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ആയിട്ടോ ഞാൻ പിടിച്ചത്. അതുപോലെ അനിയത്തി വേഗം കേക്കൊക്കെ വാങ്ങി പിടിച്ചു. പിന്നെ ബാക്കിയുള്ള ടോയ്സും ചോക്ലേറ്റൊക്കെ മറ്റവരൊക്കെ ആയിട്ട് പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഉള്ളിലോട്ടാണ് പോയി. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ കയറി സാധനങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടോ. ബേക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒക്കെ ഉള്ളിലോട്ട് കൊണ്ടുവച്ചു. നോക്കുമ്പോൾ അനിയത്തിനും കുട്ടികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാട്ടോ ബർത്ത്ഡേ പോയി. അപ്പോൾ ഓരോ കുളി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവൻ്റെ മൂത്തവളുണ്ട്, അപ്പോൾ അവൾ കുളിക്കാൻ പോയിക്കാണ്. അവൻ ഓരോരുത്തർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിൽ വന്നിരുന്നപ്പോൾ ചോക്ലേറ്റിൻ്റെ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ചോക്ലേറ്റ് വേണം പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഓരോന്ന്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് വേഗം പോയി റെഡി ആയിട്ട് വായെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ബർത്ത്ഡേയുടെ ബാനറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മോൻ്റെ മോളുടെയും ബർത്ത്ഡേക്ക് ഉള്ളത്. അപ്പോൾ അത് കേട് വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ചെറിയ സ്ഥലം കിട്ടിയപ്പോൾ അവിടെ വേഗം അവിടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ കാര്യമായിട്ടുള്ള ഡെക്കറേഷൻ ഒന്നും അറിയില്ല. നമുക്ക് അറിയണ പോലെ ചെറുതായിട്ട് ബലൂണും കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ ബാക്കിലൊന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുഴപ്പമില്ലാതെ ഇതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അനിയത്തി റെഡി ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാൾക്കും ഞങ്ങൾ ബർത്ത്ഡേ ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്നാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവും കാര്യങ്ങളും ഞങ്ങൾ അവിടെ നിന്നാട്ടോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഷൂവും കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തു. ഡ്രസ്സൊക്കെ അളവ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ അങ്ങനെ ഇടുന്ന് പറയണം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തതാണ്. അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൊടുന്നപ്പോൾ. അപ്പോൾ അവരവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ചെറിയ ഡെക്കറേഷൻ. അപ്പോൾ ഇത് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2 എന്ന് എഴുതിയിട്ടുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് വീർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇളയച്ചൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. ഇപ്പുറത്തിരിക്കുന്നത്
ഇപ്പോൾ ബർത്ത്ഡേയുള്ള കുട്ടിയുടെ വാപ്പ കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി കൊണ്ട് ഇരിക്കട്ടെ, ടേബിളിൽ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ 4 പുറം കുട്ടികളൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. കേക്ക് എങ്ങനെ അവർക്ക് ഇപ്പോൾ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് അവിടുന്ന് കൊടുത്തിട്ടുള്ള കേക്കാട്ടോ. അപ്പോൾ ഇത് ഈ വൈറ്റ് കളറ്, മറ്റേത് റെഡ് ഫോറസ്റ്റ് പിന്നെ അവർ ഇവിടെ മേടിച്ചതാട്ടോ. അപ്പോൾ ഒക്കെ കേക്കൊക്കെ അത് ഓപ്പൺ ചെയ്തിട്ട് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കട്ടെ. അപ്പോൾ അവർ റെഡി ആയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ അവർ വന്നു. അപ്പോൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് പുറത്ത് വെച്ചു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നോട്ടോ. എല്ലാവർക്കും കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കരയാൻ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും മുറിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെയും കൊണ്ട് ആദ്യം മുറിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അവർ കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. പിന്നെ ബാക്കി എല്ലാവരും ഓരോരുത്തർ കട്ട് ചെയ്തിട്ട് കുട്ടികളെ വായിലൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവളുടെ ഹസ്ബൻഡ് ഫാമിലിത്തെ എല്ലാവർക്കും ഓരോരോ പീസ് കൊടുത്തിട്ട് അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന അവർ കഴിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ അവളുടെ ഹസ്ബൻഡും ഉമ്മയും സിസ്റ്ററും അങ്ങനെയൊക്കെയുള്ള ഫാമിലി മെമ്പേഴ്സ് കേട്ടോ. അപ്പോൾ 2 കേക്ക് ഉള്ളത് കാരണം രണ്ടും കട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും കുട്ടികളൊക്കെ പാടെ കട്ട് ചെയ്തിട്ട് അവൾ കൊടുത്തു. അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യണം. അപ്പം എൻ്റെ മോൾക്കൊന്ന് കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ എല്ലാവരും കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവളെ ഇങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യിച്ചിട്ട് അവൾക്ക് തന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി. പിന്നെ ഉമ്മയും അനിയത്തിയും അവളുടെ അമ്മയൊക്കെ പാടെ കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് അനിയത്തിയുടെ ഹസ്ബൻഡ് ഉപ്പ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യലും മുട്ടായി കഴിക്കലും അങ്ങനെ ആകെ ബഹളമായിരുന്നു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും കയ്യും കുട്ടികളെ കയ്യിലും ചിരിയിലൊക്കെ നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയ ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ആദ്യം എല്ലാവരും പാടെ കുട്ടികൾക്കും അതുപോലെ ചെറിയ അനിയത്തി ഹസ്ബൻഡൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഞാനും ഇവർക്ക് വാരി കൊടുക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് നിന്നും അതുകൊണ്ട് ഞാൻ കഴിക്കാനേ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാനും ഉമ്മയും അതുപോലെ അവളുടെ വീട്ടുകാരൊക്കെ കഴിക്കാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി പാലക്കാട് റാവത്ത് സ്റ്റൈൽ ബിരിയാണി ആയിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവരെ കഴിഞ്ഞിട്ടാട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡും അവരുടെ ഫാമിലിയൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ചെറിയ അനിയത്തിയും അവളുടെ ഹസ്ബൻഡും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അതിനിടയിൽ തന്നെ കുട്ടിക്ക് ബർത്ത്ഡേ കുട്ടിക്ക് ഒരു സൈക്കിള് അവൻ്റെ ഉപ്പ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഞങ്ങൾ എന്തായാലും പറഞ്ഞു ഇപ്പോൾ പൊട്ടിക്കണ്ട പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ പൊട്ടിക്കണം അതെന്താണെന്ന് അറിയണം എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കണ തിരക്കില്ല കേട്ടോ. കുട്ടികൾ കത്രിക എടുക്കാനും കട്ട് ചെയ്യാനൊന്നും ടൈം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം തന്നെ പൊട്ടിക്കണം പറഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പെട്ടിയായിരുന്നു. അപ്പോൾ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ സൈക്കിളായിരുന്നു. ഒരു റെഡ് സൈക്കിളായിരുന്നു. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് പീസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഫിറ്റ് ചെയ്യണ്ട, എല്ലാവരും പോയ ശേഷം ഒഴിവ് പോലെ ഫിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് കളിക്കാൻ കൊടുത്താൽ മതി, വരേണ്ടത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടോ. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് അനിയത്തിൻ്റെ അടുത്ത് തന്നെ പുത്തിരിപ്പാടം പള്ളിയാണ് കേട്ടോ. ചെറിയ കുട്ടികളെ യാറുള്ള മക്കാമം. അപ്പോൾ അങ്ങോട്ട് പോകട്ടെ. ഞങ്ങൾ എന്നും അവിടെ വന്നാലും അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകട്ടോ. അനിയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പിന്നാലെ വരാൻ പറഞ്ഞു കേട്ടോ, കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഇതാ യാറത്തിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു ഖുർആനൊക്കെ ഓതി യാറം മൂടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യാറം മൂടിയിട്ട് കുട്ടികളെ കൊണ്ട് ഞങ്ങളെല്ലാവരും പിന്നെ അവിടെ നിന്നാണ്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോൾ തന്നെ അനിയത്തിയുടെ ഒരു കുട്ടി ഇളയച്ചൻ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മറ്റോള് ഞങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയും അവളെ കുടിയിൽ ഇറക്കി കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ എല്ലാവർക്കും വെള്ളം ദാഹിക്കുക. ബിരിയാണി കഴിച്ച് വന്നതല്ലേ. അപ്പോൾ അത് കാരണം അവർക്ക് എല്ലാവർക്കും ദാഹിക്കാൻ്റെ വെള്ളം ഒക്കെ മേടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളവിടെ നിന്ന് അതങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ചെറിയ അനിയത്തി ഹസ്ബൻഡും കുറച്ച് കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.